1,00,000 പുതിയ സംരംഭങ്ങളെ സർക്കാരിന്റെ അവകാശവാദം ശരിയല്ലെന്ന പ്രതിപക്ഷ നേതാവ്. സർക്കാർ സഹായം ഇല്ലാതെ തുടങ്ങിയ സംരംഭങ്ങളും പട്ടികയിൽ ഉണ്ടെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ചെന്നപ്പോൾ ഒരു വർഷം സംസ്ഥാനത്തെ എല്ലായിടത്തുമായിട്ട് 1,00,000-ലധികം സംരംഭങ്ങൾ ആരംഭിക്കുകയും 2,00,000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്തു. എൻ്റെ നിയോജകമണ്ഡലത്തിൽ 600-ലധികം സംരംഭങ്ങൾ ആരംഭിച്ചെന്ന് പറഞ്ഞു. എനിക്കത് അവിശ്വസനീയമായി തോന്നി. ഈ സംരംഭക പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഇത്രമാത്രം സംരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്നതെന്നുള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. നാട്ടിലെ ആളുകൾ എന്തെല്ലാം പരിപാടികൾ തുടങ്ങുന്നു സാർ, അതെല്ലാം സർക്കാർ തുടങ്ങിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ആണ് എന്നുള്ള പ്രചരണത്തിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അങ്ങ് തന്നെ ഈ സഭയിൽ ഉന്നയിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. പ്രവാസികൾ എന്നാൽ പദ്ധതി ആകെ പ്രശ്നമാണെന്ന പ്രചാരവേല നിഷേധാത്മകമാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കണക്കുകളിലെ വീഴ്ച പരിശോധിക്കും. മികച്ച വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. എന്നുള്ള പ്രചരണം ചോദ്യം ചെയ്ത് അങ്ങ് തന്നെ ഈ സഭയിൽ ഉന്നയിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. പ്രവാസികളായി വരുന്ന ആളുകൾക്ക് സംരംഭം തുടങ്ങാൻ കഴിയുമില്ല, അവരെ പോലുള്ള ആളുകളെ നിങ്ങൾ പിന്തുണയ്ക്കണം. ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു, പ്രവാസികളായി വരുന്ന ആളുകൾ കേരളത്തിൽ സംരംഭം ആരംഭിച്ചിരിക്കുന്നു. അത് നമ്മുടെ കണക്കുകളാണല്ലോ. പക്ഷെ കേരളത്തിന്റെ വ്യവസായ വളർച്ചാ നിരക്ക് 17.3% മാറി എന്ന കാര്യം അങ്ങ് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഒരു അവകാശവും എടുക്കുന്നില്ല. സർക്കാർ ആരംഭിച്ച സ്ഥാപനങ്ങളാണ് എന്നൊരു അവകാശവാദവും ഇല്ല. കേരളത്തിൽ സർക്കാർ പോലും അറിയാതെ സംരംഭം തുടങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം.